നമസ്കാരം. ക്ഷീണം എന്നുള്ള വാക്കിന് അർത്ഥങ്ങൾ പലതുണ്ട്. ഉദാഹരണം, എന്നെക്കുറിച്ച് പറയുന്നവർ ചിലർ പറയാറുണ്ട് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്, അല്ലേ? എന്ന് വെച്ചാൽ സ്ലിം, ലീൻ, ട്രിം എന്നുള്ള അർത്ഥങ്ങളൊക്കെ അതിന് വരാം. ക്ഷീണിതനായിരിക്കുന്നു. രണ്ടാമത്തേത് ഒരു അർത്ഥം അതിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എക്സോസ്റ്റഡ് അല്ലെങ്കിൽ ഫറ്റീഗ്ഡ്, ഉറക്കം തൂങ്ങി, ഉറക്കം നിന്നിട്ട് ക്ഷീണിതനായിരിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് കഠിനാധ്വാനമൊക്കെ ചെയ്ത് ഇരിക്കുന്നതിന് ക്ഷീണിതനായിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ. മൂന്നാമത്തേത് ക്ഷീണിതനായിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇതിൽ കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കാറില്ല. ഒരു തിളക്കമില്ലായ്മ എന്നുള്ളതിന് ക്ഷീണിതൻ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പല അർത്ഥങ്ങളും ഉണ്ട്. എന്തിനാണ് ഇത്ര വലിയൊരു ആമുഖം ഇവിടെ പറഞ്ഞത്? കാരണമുണ്ട്. കാരണം പ്രമേഹ രോഗികളിൽ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് ക്ഷീണം എന്നുള്ളത്. ഈ ക്ഷീണം ചൂട് കാരണമാണോ? ഇപ്പോൾ വേനൽ ചൂട് കാഠിന്യമുള്ളതാണ്, അല്ലേ? അതൊന്ന്. രണ്ടാമത്തെ, ജോലി ചെയ്തിട്ടാണോ, അതോ ഉറക്കം നിന്നിട്ടാണോ, അതോ ഈ പ്രമേഹം തന്നെ ക്ഷീണത്തിന് കാരണമാവുന്ന അവസ്ഥയാണോ, അതോ പ്രമേഹ ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന ക്ഷീണമാണോ? ഇതിനെല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അപ്പോൾ ചൂടിൻ്റെയൊക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഉറക്കം നിൽക്കുമ്പോഴും ക്ഷീണം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രമേഹം കാരണവും പ്രമേഹ രോഗ ചികിത്സയുടെ ഭാഗമായിട്ടും കാണപ്പെടുന്ന ക്ഷീണം അത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രമേഹം ക്ഷീണം ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാക്കും. അത് നമുക്കറിയാം. പ്രമേഹത്തിൻ്റെ പക്ഷേ ഏത് ഘട്ടത്തിലാണ് ക്ഷീണം ഉണ്ടാകുന്നത്? അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എല്ലാവരും കരുതുന്നത് പ്രമേഹം വല്ലാണ്ട് കൂടുമ്പോഴാണ് ക്ഷീണം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. എങ്കിൽ അത് തെറ്റി. പ്രമേഹം വല്ലാണ്ട് കൂടുമ്പോഴും അൺകൺട്രോൾ ഡയബറ്റീസിലും ക്ഷീണം തോന്നാം. ഡയബറ്റിസ് ക്രമത്തിലുപരി, മീൻസ് അതിൻ്റെ അപ്പുറം ക്രമാതീതമായി നിയന്ത്രിക്കുന്നതും, ക്രമാതീതമായി നിയന്ത്രണം എന്ന് പറയും, എക്സസീവ് കൺട്രോൾ ഓഫ് ഡയബറ്റീസ് എന്നും പറയും, അതിലും ക്ഷീണം വരാം. ഇനിയിപ്പോൾ ഡയബറ്റീസ് വെൽ കൺട്രോൾഡ് ആണ്, ക്ഷീണം വരില്ലെന്നാണോ പറയുന്നത്? ഡയബറ്റീസ് വെൽ കൺട്രോൾഡ് ആണെങ്കിലും കൊമോർബിഡിറ്റീസ് എന്ന് വെച്ച സങ്കീർണതകൾ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവാം. അപ്പൊ പ്രമേഹം ക്ഷീണത്തിന് കാരണമാവും എന്നുള്ളത് നമുക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. എന്നാൽ പ്രമേഹ ചികിത്സ ക്ഷീണത്തിന് കാരണമാവുമോ എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രാധാന്യമുള്ള ഒരു വിഷയം. അതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. തീർച്ചയായിട്ടും ചില പ്രമേഹ ചികിത്സകൾ ക്ഷീണത്തിന് കാരണമാവും. അതിൽ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഇൻസുലിനാണ്. അപ്പോൾ ഇൻസുലിൻ ക്ഷീണം ഉണ്ടാക്കുന്നതാണോ ഡോക്ടർ പറഞ്ഞു വരുന്നത്? അല്ല, ഇൻസുലിൻ ക്ഷീണം ഉണ്ടാക്കുന്നതല്ല. പക്ഷെ ഇൻസുലിൻ എടുക്കുന്നവർ ക്ഷീണം വരാനുള്ള സാധ്യത മുൻകൂറായിട്ട് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ് ഇൻസുലിൻ എടുക്കുമ്പോൾ ക്ഷീണം തോന്നുന്നത്? എന്ന് പറഞ്ഞാൽ വണ്ണം വയ്ക്കും, കാലക്രമേണ ഇൻസുലിൻ എടുക്കുന്നവർക്ക് വണ്ണം വയ്ക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഈ ഷോർട്ട് ടേമിൽ ചിലപ്പോൾ ക്ഷീണം തോന്നാം. എന്താ കാരണം? ഓബ്വിയസ് റീസൺ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണമാണ്. എന്ന് വെച്ചാൽ ഇൻസുലിൻ കോസസ് ഹൈപ്പോഗ്ലൈസീമിയ. എന്ന് വെച്ചാൽ ഇൻസുലിൻ എടുക്കുന്നവരിൽ ഏറ്റവും പ്രധാനമായിട്ട് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു അപകടം അല്ലെങ്കിൽ ഒരു സങ്കീർണതയാണ് ബ്ലഡ് ഷുഗർ ക്രമാതീതമായി കുറഞ്ഞു പോവുക. ക്രമാതീതമായി ബ്ലഡ് ഷുഗർ കുറയുമ്പോഴാണ് മിക്കവാറും എല്ലാവർക്കും ക്ഷീണം തോന്നുന്നത്. ഇൻസുലിൻ എടുക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇൻസുലിൻ്റെ കൂടെ ഗുളികകളും കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔഷധങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ഹൈപ്പോഗ്ലൈസീമിയ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹൈപ്പോഗ്ലൈസീമിയ വളരെ കൂടുതലുണ്ടാവാം ഓരോ ദിവസവും. ഈ വ്യക്തികൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നാം. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ മാത്രമാണോ? അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവരിൽ ഹൈപ്പോഗ്ലൈസീമിയ മാത്രമാണോ ഇതിന് കാരണം? അല്ല. നേരത്തെ പറഞ്ഞു ഷുഗർ കൂടിയാലും ക്ഷീണം തോന്നാം. പക്ഷെ ഷുഗർ കൂടിയാൽ എന്തുകൊണ്ടാണ് ക്ഷീണം തോന്നുന്നത്? ശരീരത്തിൽ ഷുഗർ കുറെ കൂടുതലുള്ളതല്ലേ. ഷുഗർ അല്ലേ ഊർജം. അക്കണക്കിന് എന്തിനാ ക്ഷീണം തോന്നണ്ടേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള കാര്യം, ഷുഗർ കൂടുന്നത് നിങ്ങളുടെ ബ്ലഡ് സ്ട്രീമിലാണ്, രക്തചംക്രമണത്തിലാണ് ഷുഗർ കൂടുന്നത്. അല്ലാണ്ട് കോശങ്ങളിലേക്ക് ഈ ഷുഗർ കയറുന്നില്ല. അപ്പോൾ
ഈ മഴ പെയ്യുമ്പോൾ നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ, സർവത്ര വെള്ളം, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി ഉണ്ടാവില്ല. അതേപോലെയാണ് ഇവിടെ സർവത്ര ഗ്ലൂക്കോസ് ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും. ഷുഗർ എന്ന് പറയുന്ന ഗ്ലൂക്കോസ് തന്നെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് എല്ലായിടത്തും ഉണ്ടാവും. ബ്ലഡ് സ്ട്രീമിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഇങ്ങനെ കിടന്ന് കറങ്ങാണ്. പക്ഷെ ഈ ഗ്ലൂക്കോസിന് കോശത്തിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇൻസുലിന്റെ അഭാവം. ഇൻസുലിൻ ആവശ്യത്തിനില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ ആ ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഒന്നെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഇവരുടെ ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് കയറാനും അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്താനും സാധിക്കുന്നില്ല. അപ്പോൾ ബ്ലഡ് സ്ട്രീമിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ ഈ കോശങ്ങൾക്ക് ഇത് ഊർജം കിട്ടാതെ വരുമ്പോൾ ഈ കോശങ്ങളുടെ ക്ഷീണമാണ് ശരീരത്തിന്റെ ക്ഷീണമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് ഇത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അത് കാരണമാണ് ഇത്രയും വിശദീകരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, എന്തിനാണ് ഇത്രയും കഥ പറയുന്നതെന്ന്. കഥയല്ല അത്, ഇത് യാഥാർത്ഥ്യമാണ്. ആ ഫാക്ട്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കണം തീർച്ചയായിട്ടും. അതിനാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ ഇനി തിരിച്ച് നമ്മുടെ മരുന്നുകളിലേക്ക് വരാം. അപ്പൊ എല്ലാ മരുന്നുകളും ക്ഷീണം ഉണ്ടാക്കുമോ? എല്ലാ മരുന്നുകളും ക്ഷീണം ഉണ്ടാക്കുന്നല്ല പറയണത്. എന്നാൽ ചിലത്, ഇൻസുലിൻ ഞാൻ പറഞ്ഞു, രണ്ടാമത്തേത് ഈ പറയുന്ന സൾഫോണിൽ യൂറിയാസ്, ഗ്ലിമെപ്പറൈഡ്, ഗ്ലൈക്ലാസൈഡ്, എസ്പെഷ്യലി ഇൻസുലിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വേറെ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് പുറത്തേക്ക് തള്ളിവിടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്, അറിയാലോ. നമ്മൾ അതിനെക്കുറിച്ച് എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്നാണ് ഇവയ്ക്ക് പറയുന്ന പേര്. ഈ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ബ്ലഡ് സ്ട്രീമിലുള്ള ഗ്ലൂക്കോസ്, അമിതമായ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തേക്ക് തള്ളിവിടും. അപ്പോൾ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ഗ്ലൂക്കോസ് ലോഡ്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലോഡ് കുറയും, ഇൻസുലിൻ്റെ പ്രവർത്തനം കുറേയും കൂടി സുഗമമായിട്ട് നടക്കുകയും ചെയ്യും. എല്ലാം കൊള്ളാം. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗ്ലൂക്കോസ് പുറത്തേക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ കുറേ ജലാംശവും കൂടി പോകും. ഗ്ലൂക്കോസിൻ്റെ കൂടെ കുറച്ച് നിർജ്ജലീകരണം കൂടി ഉണ്ടാവാം. അപ്പോൾ ഈ വേനൽക്കാലത്ത്, ചുട്ടുപൊള്ളുന്ന ഈ വേനൽക്കാലത്ത് ചൂടും പിന്നെ ഈ നിർജ്ജലീകരണവും കൂടി എല്ലാം ആയി കഴിയുമ്പോൾ ക്ഷീണം തോന്നാൻ അത് മതി. പിന്നെ ചിലരിൽ വേറെ മരുന്നുകളും കൂടി കഴിക്കുന്നുണ്ട്. ഉദാഹരണം ഡയൂററ്റിക്സ്. ഡയൂററ്റിക്സ് എന്ന് പറയുമ്പോൾ മൂത്രത്തിലൂടെ ശരീരത്തിൽ അടങ്ങിക്കിടക്കുന്ന ഫ്ലൂയിഡ്സ് പുറത്തേക്ക് തള്ളിവിടുന്ന ഈ ബ്ലഡ് പ്രഷറിനൊക്കെ കൊടുക്കുന്ന മരുന്നുകളാണ് പൊതുവെ ഡയൂററ്റിക്സ്. അപ്പോൾ ഡയൂററ്റിക്സും കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നിർജ്ജലീകരണത്തിൻ്റെ അളവ് വല്ലാണ്ട് കൂടും. അവരിൽ ക്ഷീണമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡയബറ്റീസിൽ ഷുഗർ കൂടിയാലും ക്ഷീണം തോന്നാം, കുറഞ്ഞാലും തോന്നാം. ഈവൺ ഇഫ് ഇറ്റ് ഈസ് വെൽ കൺട്രോൾഡ് ആണ്. ഇപ്പോൾ ഡയൂററ്റിക്സ് എടുക്കുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് മൂലകങ്ങൾ നഷ്ടപ്പെടാം, ചില മിനറൽസ് നഷ്ടപ്പെടാം, അത് കാരണം ക്ഷീണം തോന്നാം. എസ്പെഷ്യലി എൽഡർലി, പ്രായം കൂടിയ പേഷ്യൻസിലാണ് ഇത് കാണുന്നത്. ഉദാഹരണം സോഡിയം ലോസ് എന്ന് പറയുമ്പോൾ സോഡിയം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ വേർപ്പ് മാത്രമല്ല മൂത്രത്തിലൂടെയും പോവാം ഡയൂററ്റിക്സ് കഴിക്കുന്നവരിൽ. അപ്പോൾ മൂത്രത്തിലൂടെ ക്രമാതീതമായി സോഡിയം ലോസ് വരുമ്പോൾ, സോഡിയം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് കാരണം ക്ഷീണമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അവർക്ക് പറയാനറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയില്ല. നമ്മളിത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബർ ബേസ് നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ സഹകരണവും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.